ഇന്ന് നമ്മളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ്. അത് നമുക്ക് അളവ് പാത്രങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലം കേക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീൽ ഗ്ലാസ്സാണ് കേട്ടോ അളവ് പാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് എല്ലാതും അളന്നെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ്സോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 ഗ്ലാസ് പഞ്ചസാര ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. പെട്ടെന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നട്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരിയാണ് കേട്ടോ. കറുത്ത ഉണക്കമുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈത്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുഗർ ഇവിടെ നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഡാർക്ക് കളറായിക്കോട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ ഷുഗർ നന്നായിട്ടൊന്ന് മെൽട്ടായി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/4 ഗ്ലാസ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ മേൽക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സദാ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് കിട്ടിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് നമ്മൾ ജ്യൂസിൽ സോക്ക് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഷുഗറിൻ്റെ വെള്ളത്തിലോട്ടാണ് നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് പുറമെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അത് നമുക്ക് കേക്കിന് ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത്രയും മതി കേട്ടോ. സിമ്മിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് 1 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കേക്ക് ടിന്നായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അലൂമിനിയത്തിൻ്റെ സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതിനടിയിലായിട്ട് ബേക്കിംഗ് പേപ്പർ ഒന്ന് എണ്ണ തൂവിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടൊന്ന് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ 1 മണിക്കൂറായിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് നമുക്ക് ഷുഗറിൻ്റെ സിറപ്പ് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബൗളിലോട്ട് നമുക്ക് ആദ്യം ഒരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അതേ അളവിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതാണ് നമ്മുടെ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പട്ട അതുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പൊടിയാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് പൊടിയാക്കി എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്.
ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൗളിൻ്റെ മുകളിലാണ് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് നമ്മൾ അളവെടുക്കുന്ന ആ ഒരു ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കയുടെ പൊടി ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പഞ്ചസാരയോട് കൂടി തന്നെ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ആദ്യം ഒന്ന് അരിച്ചെടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് നമ്മുടെ മാവിൽ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മൈദയിലൊന്നും കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ നട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് പാലും ഓയിലും മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗറിൻ്റെ മെൽറ്റ് ചെയ്തതുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഷുഗർ മെൽറ്റ് ചെയ്തതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുണ്ടായിരുന്ന ഷുഗർ മെൽറ്റ് ചെയ്തത് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി ഒന്ന് ഷുഗർ മെൽറ്റ് ചെയ്തത് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ ടിന്നിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒന്നെങ്കിൽ നമ്മുടെ ബാറ്റർ ഒന്ന് അങ്ങ് തട്ടി കൊടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ബാറ്ററിൻ്റെ മുകളിലായിട്ട് ഫൈനലായിട്ട് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് മുന്തിരി കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 8 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു കേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഏകദേശം ഒരു 40 to 50 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ കേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 45 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോ ആൽക്കഹോൾ പ്ലം കേക്കാണ്. ആൽക്കഹോൾ ഒന്നും ആഡ് ചെയ്യാതെ ഫ്രൂട്ട് ജ്യൂസൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. എന്നാൽ നമ്മൾ ക്രീം കേക്കിന് ഉണ്ടാക്കുന്ന സ്പഞ്ച് കേക്കിൻ്റെ അത്ര തന്നെ സോഫ്റ്റും അല്ല. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ടെക്സ്ചറുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.